നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന 2025 ജനുവരി മാസത്തിലെ പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി, മീനക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഈ വരുന്ന ജനുവരി മാസത്തിൽ മീനക്കൂറുകാർക്ക് 14-ാം തീയതി വരെ 10-ലാണ് സൂര്യൻ നിൽക്കുന്നത്. 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക, കർമ്മസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവേദ്യമായിട്ട് വരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് പരിശ്രമിച്ചോളൂ. അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ജോലി ലഭിക്കുമ്പോൾ തന്നെ നമ്മളുടെ പലവിധ വ്യാധികളും ഇല്ലാതാവുമല്ലോ. 14-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് വരുമ്പോൾ ഈ 10-ൽ നിൽക്കുമ്പോൾ പറഞ്ഞ ഫലത്തിന്റെ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക, ഏത് വ്യാധികൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെല്ലാം ശമനം വന്നു ചേരുക, സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരുക, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് അർത്ഥമെങ്കിൽ പോലും അത്രയൊന്നുമില്ല എങ്കിൽ പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവാനായിട്ടുള്ള നല്ല ഫലം, അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് പ്രമോഷൻ വന്നു ചേരുന്ന നല്ല ഫലം, നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക, ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം ലഭിക്കുന്ന നല്ല ഫലത്തെയാണ് 14-ാം തീയതിക്ക് ശേഷം സൂര്യൻ 11-ലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും മീനക്കൂറുകാർക്ക് സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന ജനുവരി 21-ാം തീയതി വരെ ചൊവ്വ 5-ലാണ് നിൽക്കുന്നത്. 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ശത്രുഭയം ഉണ്ടാവുക, രോഗഭയം ഉണ്ടാവുക, സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 21-ാം തീയതിക്ക് ശേഷം 5-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വ 6-ലേക്കല്ല വരുന്നത്, 4-ലേക്കാണ്. വക്രഗതിയാണ് ചൊവ്വയ്ക്ക്. 4-ലേക്ക് വരുന്ന ചൊവ്വ അത്ര നല്ല ഫലത്തെയുമല്ല സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 21-ാം തീയതിക്ക് ശേഷം വാഹനം ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ചും ശ്രദ്ധ വച്ച് പുലർത്തുക. ദുർജന സംസർഗം വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. ദുർജന സംസർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ അത്ര നല്ല ഫലമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുക. ഉദരവ്യാധി വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. അപ്പോൾ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 5-ൽ നിൽക്കുമ്പോഴും 4-ലേക്ക് വരുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഭദ്രകാളി ഭഗവതിയെ മനസ്സിലെത്തി ആരാധിക്കുക, ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക, ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക. നാമസങ്കീർത്തനം യസ്യ സർവ്വപാപത്രനാശനം എന്ന് തന്നെയാണ് ഈ കരികാലത്തിൽ പറയുന്നത്. ഇപ്പം ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയെല്ലാം ഭദ്രകാളി ഭഗവതിയെ ആരാധിച്ചാൽ ഇല്ലാതാവും. മീനക്കൂറുകാർക്ക് ഈ വരുന്ന ജനുവരി മാസത്തിൽ ബുധന് 3 മാറ്റങ്ങളുണ്ട്. 5-ാം തീയതി വരെ 9-ലാണ്. അതിനുശേഷം 24-ാം തീയതി വരെ 10-ലേക്ക് വരും. 24-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് വരും. 5-ാം തീയതി വരെ ബുധനെ കൊണ്ട് 9-ൽ നിൽക്കുമ്പോൾ രോഗദുരിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 24-ാം തീയതി വരെ 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അഭിവൃദ്ധി വന്നു ചേരാം. അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ലൗകിക സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ടുള്ള ഫലത്തെയും 24-ാം തീയതി വരെ 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. 24-ാം തീയതിക്ക് ശേഷം ബുധൻ 11-ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഗംഭീരമായിട്ടുള്ള ഫലമാണ്, കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണല്ലോ. അപ്പോൾ 24-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് ബുധൻ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ വാഗ്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ബഹുധന ലാഭം ഉണ്ടാവുക, കുടുംബസുഖം അനുഭവേദ്യമായിട്ട് വരിക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. ഏത് കാര്യങ്ങൾക്കും സാമർഥ്യം വന്നു ചേരുക, ഏത് കാര്യങ്ങളും ചെയ്യുവാനായിട്ടുള്ള മനോധൈര്യം നമ്മളിലേക്ക് വന്നു ചേരുക, നിപുണത വന്നു ചേരുക. വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട്.
അപ്പോൾ പ്രത്യേകിച്ചും ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക, ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉത്തരം പറയുവാനായിട്ട് സാധിക്കുക. അപ്പോൾ വളരെ നല്ല ഫലമാണ് 24-ാം തീയതിക്ക് ശേഷം 11-ൽ നിൽക്കുമ്പോഴും മീനക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 3-ൽ നിൽക്കുന്ന വ്യാഴം കർമ്മ വൈകല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർമ്മ വൈകല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒരു നല്ല ഫലം ലഭിക്കാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. ഗുരുവായൂരപ്പനെ മനസ്സിലെത്തി ആരാധിച്ചോളൂ. 27-ാം തീയതി വരെ ശുക്രൻ 12-ലാണ്, അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശുക്രനെ കൊണ്ട്. പല ഗ്രഹങ്ങളും 12-ൽ നിന്ന് കഴിഞ്ഞാൽ മോശഫലം, പക്ഷെ ശുക്രൻ 12-ൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലം തന്നെയാണ്. 27-ാം തീയതിക്ക് ശേഷം ശുക്രൻ ജന്മത്തിലേക്ക് വരുമ്പോൾ ഭാര്യാഭർത്തൃ സംഗമം വന്നു ചേരുന്ന ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ, അവര് വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ 12-ലെ ശുക്രൻ വളരെ നല്ല ഫലമാണല്ലോ നേരത്തെ സൂചിപ്പിച്ചത്. 12-ലെ ശനി അത്ര നല്ല ഫലമല്ല. കുറച്ച് കാലമായിട്ട് തന്നെ 12-ലാണ് ശനി. ഈ ഫലങ്ങൾ നിങ്ങൾ കുറച്ച് കാലം തന്നെയായിട്ട് നിങ്ങൾ ഇത് തന്നെയായിരിക്കും കേട്ടിരിക്കുക. 12-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഇടയിടയിൽ ഓരോ പ്രശ്നങ്ങൾ വന്നു ചേരും. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ശനൈശ്വരായ നമഃന്നുള്ള നാമം ജപിക്കുക. ധനപരമായിട്ടും 12-ലെ ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപീഠ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപങ്ങളിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 1872 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 1872 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.